CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടപാടുകൾ നിയമാനുസൃതമാണ്. പാൻ നമ്പർ രേഖപ്പെടുത്തിയതിൽ ബാങ്കിനാണ് വീഴ്ചയുണ്ടായതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു പാൻ നമ്പറാണുള്ളതെന്നും എല്ലാ ജില്ലാ കമ്മിറ്റികളും ഉപയോഗിക്കുന്നത് ഇതേ നമ്പറാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ തൃശൂരിൽ ബാങ്കിന്റെ വീഴ്ച കൊണ്ട് ഇത് തെറ്റായി രേഖപ്പെടുത്തുകയായിരുന്നു. മാർച്ച് 2-നാണ് ചെലവുകൾക്കായി പാർട്ടി അക്കൗണ്ടിൽ നിന്നും തുക പിൻവലിച്ചത്. ഇതാണ് ആദായ നികുതി വകുപ്പ് തടഞ്ഞതും തുടർന്ന് അക്കൗണ്ട് മരവിപ്പിച്ചതും. വീഴ്ച ചൂണ്ടിക്കാട്ടി ജില്ലാ കമ്മിറ്റി ഏപ്രിൽ 4-ന് ബാങ്ക് ചെയർമാന് കത്ത് നൽകി. ബാങ്ക് തെറ്റ് സമ്മതിച്ച് രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട കത്താണ്. അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത പണം കൊണ്ടുവരാനും അന്ന് പറയുകയുണ്ടായി. ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ഹാജരായത്. ഇങ്ങനെ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പണത്തെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ടായത്. CPIM-നെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. നിയമാനുസൃതമായി പിൻവലിച്ച തുക ചെലവഴിക്കരുതെന്ന് പറയാൻ ആദായ നികുതി വകുപ്പിന് അധികാരമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം.